വിദേശത്ത് പഠിക്കണം, പക്ഷേ ആരെ വിശ്വസിക്കണം? നമസ്കാരം. ഇന്ന് നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നമായ സ്റ്റഡി എബ്രോഡ് എന്ന വിഷയത്തെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും പ്രധാനമായി വരുന്ന സംശയമായിരിക്കും ഏത് ഏജൻസിയെ വിശ്വസിക്കാമെന്നത്. ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് എബ്രോഡ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. നമസ്കാരം. എനിക്കിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. വിദേശ പഠന മേഖലയിൽ പ്രധാനമായും കണ്ടുവരുന്ന തട്ടുകളെക്കുറിച്ച് പല വാർത്തകളും കേൾക്കാറുണ്ടല്ലോ. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? See, trust is a very important thing in these types of situations. So, ഒരു വിദ്യാർത്ഥി അവരുടെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ECFMG, WHO, NMC അതുപോലെ തന്നെ ഫെയ്മർ തുടങ്ങിയ അപ്രൂവലുകൾ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കാരണം വിദേശ പഠനം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സ് മാത്രമല്ല. അത് ആ വിദ്യാർത്ഥിയുടെ ഭാവിയെ വളരെയധികം പ്രാധാന്യം ഉൾപ്പെടുത്തുന്ന ഒരു ഘടകം കൂടിയാണ്. എബ്രോഡ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ലൈക്ക് ഐ സെഡ് ബിഫോർ, അബ്രോഡ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ വെറുമൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഏജൻസി മാത്രമല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിദ്യാർത്ഥികളുടെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഒരു മേൽനോട്ടം വഹിച്ച് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. മെയിനായിട്ടും നമ്മൾ അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഏഷ്യയിലും ബാൾട്ടിക് സ്റ്റേറ്റ്സിലുമാണ്. കൂടാതെ തന്നെ നമ്മളെ ഏജൻസി UAE-ലും ഈജിപ്തിലും അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഈ ഏജൻസിക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസുമായി, അതായത് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസുമായിട്ട് നമ്മുടെ ഏജൻസിക്ക് നല്ല ബന്ധമുണ്ട്. യൂണിവേഴ്സിറ്റി സെലക്ഷനും അഡ്മിഷനും വിസയും അതുപോലെ തന്നെ ട്രാവൽ ഗൈഡൻസും നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഏജൻസി ആ വിദ്യാർത്ഥി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് വിദേശ പഠന മേഖലയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള സുരക്ഷയെ പറ്റിയുള്ള ആശങ്കകൾ. അവയെ എങ്ങനെ സമീപിക്കാം? എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായും നൽകുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ളൊരു അന്തരീക്ഷവും അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുമാണ് നമ്മളെ അബ്രോഡ് വഴിയൊരുക്കി കൊടുക്കുന്നത്. സ്കോളർഷിപ്പുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇതേപോലെ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഓരോ സ്റ്റുഡൻസിനും അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാപ്പബിലിറ്റിയും അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ചുള്ള രീതികളിൽ മികച്ച സ്കോളർഷിപ്പ് നേടാനായിട്ട് നമ്മുടെ ഏജൻസി അവരെ സഹായിക്കുന്നുണ്ട്. വിദേശത്ത് പഠിക്കാൻ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ഉപദേശമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പഠനം കഴിയുന്നവരെ ഏജൻസിയുടെ എല്ലാ സപ്പോർട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷയെപ്പറ്റി മാതാപിതാക്കൾ ആശങ്കപ്പെടേണ്ടതില്ല. നമ്മളുടെ ഏജൻസിയിൽ നിന്ന് തന്നെ ഒരു സ്റ്റാഫ് അവരോടൊപ്പം തന്നെ എപ്പോഴും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും. വിദേശത്ത് പഠിക്കുമ്പോൾ പാരൻസും അതോടൊപ്പം തന്നെ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതായത് സ്റ്റുഡൻസ് കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ഫ്യൂച്ചർ മുന്നിൽ കണ്ട് സിലബസിനനുസരിച്ച് പഠിച്ചു പോകേണ്ടത് അവരുടെ കടമയാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് തരം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യവുമില്ല. നമ്മളുടെ സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു. ഇന്ന് ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയതിന് നന്ദി. വെൽക്കം. വിദേശ പഠന മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി എബ്രോഡ് ഗ്ലോബൽ എഡ്യൂക്കേഷനുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.